ഹായ് എവ്രി വൺ, വെൽക്കം ടു ലോജിസ്റ്റിക്സ്. ഇന്ന് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ MCQs ആണ് ചെയ്യുന്നത്. നമുക്ക് ഒരു 2-3 MCQ സീരീസെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ എടുക്കാം. ഇന്ന് നമ്മൾ പ്രൈമറിലി കവർ ചെയ്യുന്നത് കുറച്ച് കോൺസെപ്റ്റ്സ് ആണ്. ബേസിക്കായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കുറച്ച് ബേസിക് ഫീച്ചേഴ്സ്, കുറച്ച് ഇൻ്റർനാഷണൽ ലെജിസ്ലേഷൻസ്, അങ്ങനത്തെ കുറച്ച് മെയിൻ ഏരിയാസ് കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ലെക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ആന്ത്രോപോജനിക് ഡിസാസ്റ്റർ? 4 ഓപ്ഷൻസ് ആണുള്ളത്. എർത്ത് ഫ്ലഡ്, ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്, സൈക്ലോൺ. ഏതാണ് ആന്ത്രോപോജനിക് ഡിസാസ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കുക, ആന്ത്രോപോജനിക്. ആന്ത്രോപോജനിക് എന്ന വാക്കിൻ്റെ അർത്ഥം മാൻമെയ്ഡ് എന്നാണ്. മനുഷ്യനിർമ്മിതമായ അല്ലെ മനുഷ്യർ കാരണം ഉണ്ടാവുന്നതിനെയാണ് ആന്ത്രോപോജനിക് എന്ന് പറയുന്നത്. അല്ലാത്തതിനെ നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് വിളിക്കും. പ്രകൃതിയിൽ സ്വയമേ ഉണ്ടാവുന്നതിനെ നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് വിളിക്കും. നമ്മൾ ഈ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എർത്ത് ക്വേക്കും ഭൂമികുലുക്കമാണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും കൊടുങ്കാറ്റൊക്കെ ആണെങ്കിലും നാച്ചുറലി പ്രകൃതിയിൽ ഉണ്ടാവുന്ന പ്രതിഭാസങ്ങളാണ്. പക്ഷെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് ഒരു ആന്ത്രോപോജനിക്കാണ്. മനുഷ്യൻ കാരണം ഉണ്ടാകുന്നതാണ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞ എർത്ത് ക്വേക്ക് ആവാം, ഫ്ലഡ്, സൈക്ലോണ്, ലാൻഡ് സ്ലൈഡ്, ക്ലൗഡ് ബേസ്റ്റ്, അങ്ങനെയുള്ളതൊക്കെ വരും. ആന്ത്രോപോജനിക്കിൽ ഓയിൽ സ്പിൽസ് ഉണ്ട്, ന്യൂക്ലിയർ ലീക്കുകൾ വരാം, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റുകൾ വരാം. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയൊക്കെ അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾസ് ആണ്. പിന്നെ ഓഷ്യൻസിൽ, കടലിലൊക്കെ കപ്പലുകൾ മറിഞ്ഞിട്ട് ഓയിൽ സ്പിൽസ് വരുന്നതൊക്കെ ആന്ത്രോപോജനിക് ഡിസാസ്റ്റേഴ്സ് ആണ്. സോ ബേസിക് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ഡിസാസ്റ്റേഴ്സിൻ്റേത്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, അതിൻ്റെ മറ്റൊരു പേരാണ് ആന്ത്രോപോജനിക് ഡിസാസ്റ്റേഴ്സ്. ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ ഇൻക്ലൂഡ്സ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു സൈക്കിളുണ്ട്, 4 സ്റ്റേജുള്ളൊരു സൈക്കിളുണ്ട്. അതിലെന്തൊക്കെയാണുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിച്ചു നോക്കിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. മിറ്റിഗേഷൻ, പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ്, റിക്കവറി. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓർഡർ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ട് ഡിസാസ്റ്ററിൻ്റെ റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മിറ്റിഗേഷൻ. ഇപ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, വെള്ളപ്പൊക്കം തടയാൻ അല്ലെങ്കിൽ മണ്ണൊലിച്ചിൽ തടയാൻ, അതൊരു മിറ്റിഗേഷൻ മെഷറാണ്. അതൊരു ലോങ് ടേമിൽ ഡിസാസ്റ്റർ വരുന്നതേ അതിൻ്റെ സാധ്യതയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിറ്റിഗേഷൻ ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് പ്രിപ്പയർഡ്നെസ്. ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നാൽ തന്നെ അതിനെ മാനേജ് ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കുന്ന അവസ്ഥയാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. പിന്നെ ഡിസാസ്റ്റർ സംഭവിക്കുകയാണെന്ന് വിചാരിച്ചോ, ഇൻ കേസ് ഒരു ഡിസാസ്റ്റർ സംഭവിക്കുകയാണെങ്കിൽ അടുത്ത വരുന്നതാണ് റെസ്പോൺസ്. റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് റെസ്പോൺസ്. അതിനുശേഷം വരുന്നതാണ് റിക്കവറി. റിക്കവറിയിലാണ് ഈ പുനരധിവാസം പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ നിന്ന് തിരിച്ച് നമ്മൾ നോർമൽ സ്റ്റേറ്റിലോട്ട്, നോർമൽ രീതിയിലോട്ട് തിരിച്ചെത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് റിക്കവറിക്കുള്ളിൽ വരുന്നത്. സോ ഈ 4 സ്റ്റേജസ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിലുള്ളത്. അതൊരു കണ്ടിന്യൂസ് സൈക്കിളാണ്. വേർ റിസ്ക് റിഡക്ഷൻ വിച്ച് ഇസ് കോൾഡ് മിറ്റിഗേഷൻ ആൻഡ് റെഡിനെസ്സിൻ്റെ പേരാണ് പ്രിപ്പയർഡ്നെസ്. പ്രിസീഡ് റെസ്പോൺസ് ഡ്യൂറിങ് എ ഡിസാസ്റ്റർ ഫോളോഡ് ബൈ റിക്കവറി ആക്ടിവിറ്റീസ്. റെസ്പോൺസിന് മുന്നേ ആദ്യം മിറ്റിഗേഷനും പ്രിപ്പയർഡ്നെസ്സും ഉണ്ട്, റെസ്പോൺസിന് ശേഷം റിക്കവറി ഉണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസാസ്റ്റർ വന്നതിന് ശേഷം സൈക്കിളിൻ്റെ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ റെസ്പോൺസിൽ തുടങ്ങി റിക്കവറി പോയി പിന്നെ തിരിച്ച് നമ്മൾ മിറ്റിഗേഷൻ പ്രിപ്പയർഡ്നെസ് ആ ഒരു ഓർഡറിൽ പോവും. അല്ലാതെ നമ്മൾ ലോങ് റണ്ണിൽ നമ്മൾ ഏത് രീതിയിൽ ഐഡിയലി പ്രവർത്തിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിറ്റിഗേഷനും തുടങ്ങി പ്രിപ്പയർഡ്നെസ്സിൽ പോയി റെസ്പോൺസ്, അത് കഴിഞ്ഞ് റിക്കവറി, ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. Which of the following is not a part of disaster mitigation? ഡിസാസ്റ്റർ മിറ്റിഗേഷൻ്റെ ഭാഗമല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്താണ്, ലോങ് റണ്ണിൽ ഡിസാസ്റ്റർ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അങ്ങനത്തെ പ്രവർത്തനം അല്ലാത്തത് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. റെസ്ക്യൂ ഓപ്പറേഷൻസ് ഏത് സ്റ്റേജിലാണ് വരുന്നത്? നമ്മൾ പറഞ്ഞ റെസ്പോൺസിൻ്റെ സ്റ്റേജിലാണ്
റെസ്ക്യൂ ഓപ്പറേഷൻസ് വരുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് ആൾക്കാർ, നമ്മൾ റെസ്പോൺസ് സ്റ്റേജിലാണ് റെസ്ക്യൂ ചെയ്യുന്നത്. ഒരു അപകടം നടന്നു, നമ്മൾ ആൾക്കാരെ രക്ഷിക്കുന്നു. സോ ഇവിടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണ് ആൻസർ വരുന്നത്. റെസ്ക്യൂ ഓപ്പറേഷൻസ് കം അണ്ടർ റെസ്പോൺസ് ആൻഡ് നോട്ട് മിറ്റിഗേഷൻ. മിറ്റിഗേഷൻ എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് മെഷേഴ്സാണ്, അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സാണ്. ലൈക്ക് സ്ട്രക്ചറൽ സേഫ്റ്റി ആൻഡ് പ്ലാനിങ്. സ്ട്രക്ചറൽ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ പഠിക്കാം. നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ ഇൻക്ലൂഡ്സ്. എന്താണ് നോൺ സ്ട്രക്ചറലായിട്ടുള്ള മിറ്റിഗേഷൻ ഇതിൽ നിന്നാണ് ചോദ്യം. ഡാംസ് ആൻഡ് എംബാങ്ക്മെൻറ്റ്സ്. എംബാങ്ക്മെൻറ്റ്സ് എന്ന് വെച്ചാൽ തടയണകളൊക്കെ കിട്ടുന്നതാണ് എംബാങ്ക്മെൻറ്റ്സ്. സൈക്ലോൺ ഷെൽട്ടേഴ്സ്, ലാൻഡ് യൂസ് റെഗുലേഷൻ ആൻഡ് സോണിങ്, ഫ്ലോഡ് വാൾസ്. സ്ട്രക്ചറലും നോൺ സ്ട്രക്ചറലും എന്താണ് എന്ന് മനസ്സിലാക്കണം മിറ്റിഗേഷൻ മെഷേഴ്സിൽ. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ട്രക്ചേഴ്സ്, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓരോ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി നമ്മൾ മിറ്റിഗേഷൻ മെഷേഴ്സ് ചെയ്യുന്നതിനെയാണ് സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് വിളിക്കുന്നത്. നോൺ സ്ട്രക്ചറിൽ വരുമ്പോഴത്തേക്കും നമ്മൾ പൊതുവേ പോളിസീസ്, അതേപോലെ തന്നെ റെഗുലേഷൻസ്, അവയർനെസ് ക്യാമ്പയിനുകൾ, മോക്ക് ഡ്രില്ലുകൾ, ഇതൊക്കെയാണ് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സിൽ വരുന്നത്. മോക്ക് ഡ്രിൽ ഇവിടെ വരില്ല, അത് പ്രിപ്പയർനെസ്സിലാണ് വരുന്നത്. സ്ട്രക്ചറൽ മെഷേഴ്സ് വരുമ്പോൾ എൻജിനീയറിങ് സൊല്യൂഷൻസ് ആണ്, എൻജിനീയർ ചെയ്ത് ഉണ്ടാക്കുന്ന സ്ട്രക്ചറുകളാണ് അതിൽ വരുന്നത്. ഡാമുകൾ വരാം, വാളുകൾ വരാം, ഷെൽട്ടേഴ്സ് വരാം, നമ്മളിപ്പോൾ പറഞ്ഞതുപോലത്തെ എംബാങ്ക്മെൻറ്റ്സ് ആകാം, ഫ്ലഡ് വാൾസ് ആവാം, സൈക്ലോൺ ഷെൽട്ടേഴ്സ് ആവാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷറിൽ ഒരു ഫിസിക്കൽ സ്ട്രക്ചറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. Which of the following belongs to the preparedness stage? ഇതിലേതാണ് പ്രിപ്പയർഡ്നെസ് സ്റ്റേജ് എന്നാണ്. നിങ്ങൾക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെയൊക്കെ ആൻസർ എഴുതാൻ പറ്റും. ആൻസർ നോക്കാം. പ്രിപ്പയർഡ്നെസ് സ്റ്റേജിൽ നമ്മൾ മോക്ക് ഡ്രില്ലും ട്രെയിനിങ്ങും പോലെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതായത് അപകടം വന്നു കഴിഞ്ഞാൽ അന്നേരം നമുക്കത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർഡായിട്ട് ഇരിക്കുന്നതിനെയാണ് പ്രിപ്പയർഡ്നെസ് എന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിൽ പറയുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് എവിടെയാണ് വരുന്നത്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മിറ്റിഗേഷനിൽ വരുന്നതാണ്. ലോങ് റണ്ണിൽ ഡിസാസ്റ്റർ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് അഥവാ മിറ്റിഗേഷൻ. പോസ്റ്റ് ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷനിൽ പ്രിപ്പയർഡ്നെസ് അല്ല വരുന്നത്, നമ്മൾ റിക്കവറി സ്റ്റേജാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. ഇനി ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ബിൽഡിംഗ് ടെമ്പററി ഷെൽട്ടേഴ്സ് ആഫ്റ്റർ എ ഡിസാസ്റ്റർ. അതെവിടെയാണ് വരുന്നത്? അതൊരു റെസ്പോൺസ് സ്റ്റേജിൽ വരുന്ന കാര്യമാണ്, ഡിസാസ്റ്ററിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ആൻസർ വരുന്നത് മോക്ക് ഡ്രില്ലും ട്രെയിനിങ്ങുകളുമാണ്. പ്രിപ്പയർഡ്നെസ് എന്താണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്കിത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പ്രിപ്പയർഡ്നെസ് ഫോക്കസസ് ഓൺ ബീങ് റെഡി ബിഫോർ ഡിസാസ്റ്റർ സ്ട്രൈക്സ്. ഇതാണ് റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് പ്രിപ്പയർഡ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ അവയർനെസ് ആവാം, പ്ലാനിങ് ആവാം, മോക്ക് ഡ്രില്ലുകളാകാം, ട്രെയിനിങ് ആകാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മോക്ക് ഡ്രിൽസ് ആർ കണ്ടക്റ്റഡ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടു. മോക്ക് ഡ്രില്ലുകൾ നിങ്ങൾക്ക് പൊതുവെ പരിചിതമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്കൂളുകളിലൊക്കെ മോക്ക് ഡ്രില്ലുകൾ വരാറുണ്ട്, ഓഫീസുകളിൽ മോക്ക് ഡ്രില്ലുകൾ വരാറുണ്ട്. പൊതുവേ അത് ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോക്ക് ഡ്രില്ലുകൾ. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അന്നേരം എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ്, ഒരു റിയൽ ലൈഫ് ഒരു മോഡൽ ചെയ്തൊരു ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് മോക്ക് ഡ്രില്ലുകളിൽ. മോക്ക് ഡ്രിൽ ഹെൽപ്പ് ബോത്ത് സിറ്റിസൻസ് ആൻഡ് റെസ്പോണ്ടേഴ്സ് പ്രാക്ടീസ് ഇവാക്യുവേഷൻ, റെസ്ക്യൂ, communication strategies and ensuring quick and effective action during real time emergencies. ശരിക്കും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു മോഡൽ നമ്മൾ അന്നേരം ചെയ്തു നോക്കും. അതിനെയാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. പ്രിപ്പയർഡ്നെസ്സും മിറ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇതുവരെ ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ വളരെ ഈസി ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. സോ ഓപ്ഷൻസ് ഒന്ന് വേഗം വായിക്കാം. എന്തായാലും ഓപ്ഷൻ ഡി അല്ലല്ലോ, രണ്ടും ഒന്നല്ലല്ലോ. മിറ്റിഗേഷൻ റെഡ്യൂസസ് ഡിസാസ്റ്റർ റിസ്ക്. ഡിസാസ്റ്റർ വരാനുള്ള ആ ഒരു റിസ്ക് ഉണ്ടല്ലോ,
ആ റിസ്കിനെ കുറയ്ക്കാനാണ് മിറ്റിഗേഷൻ. പ്രിപ്പയർഡ്നെസ് നമ്മുടെ റെഡിനെസ് കൂട്ടാൻ വേണ്ടിയാണ്, നമ്മളെ നല്ല റെഡി ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർഡ്നെസ്. മിറ്റിഗേഷൻ ഫോക്കസസ് ഓൺ മിനിമൈസിങ് റിസ്ക് ലൈക്ക് earthquake proof buildings, while preparedness ensure that people and systems are ready to respond effectively. Which agency is primarily responsible for disaster preparedness training in India? ഇതിൻ്റെ 4 എണ്ണത്തിൻ്റെയും ഫുൾ ഫോം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എയുടെ ഫുൾ ഫോമാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ്, NIDM നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണ്, DDMA ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. ഇവരിൽ ട്രെയിനിങ് കൊടുക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്നാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. NDMA എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ്, DDMA ഒരു അതോറിറ്റിയാണ്. NDRF എന്ന് പറയുന്നത് ഈ ഡിസാസ്റ്ററൊക്കെ നടക്കുന്ന സമയത്ത് NDRFൻ്റെ ഫോഴ്സൊക്കെ വന്നിട്ട് അവിടെ ഈ ആർമിയുടെയും പോലീസിൻ്റെയും ഒക്കെ കൂടെ റെസ്ക്യൂവിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഫോഴ്സാണ്. സോ ഇവിടെ ഉത്തരം ട്രെയിനിങ്ങിൻ്റെ മറ്റ് കാര്യങ്ങളും ചെയ്യുന്നത് NIDM ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. അതിൻ്റെ എഡ്യൂക്കേഷൻ, റിസർച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരാണ് നോക്കുന്നത്. ദ ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇസ്. എന്താണ് ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ആൻസർ? അതൊരു സ്ട്രക്ചേർഡായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആൾക്കാർ ആ സമയത്ത് ഉള്ള എങ്ങനെയാണ് ആൾക്കാർ ഡിസാസ്റ്റർ മാനേജ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ഹൈറാക്കിയാണ്. ആരേതൊക്കെ ജോലികൾ ചെയ്യണം എന്നൊക്കെയുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു മാപ്പാണ് ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം. ആരേത് പ്രവൃത്തികൾ ചെയ്യണം, ഓരോരുത്തരുടെ ജോലികൾ എന്താണ്, ആർക്ക് റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള വളരെ വ്യക്തമായ ധാരണ തരുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഹൈറാക്കിയൽ കമാൻഡ് ഫ്രെയിംവർക്കാണ് ICS അഥവാ ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം. റോൾസും റെസ്പോൺസിബിലിറ്റീസും അതിൽ വളരെ ക്ലിയർലി ഡിഫൈൻഡ് ആണ്. അതിനെയാണ് ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. Which of the following is an example of rehabilitation? റീഹാബിലിറ്റേഷൻ എന്നത് എനിക്ക് ഏറ്റവും അടുത്ത മലയാളം വാക്ക് കിട്ടുന്നത് പുനരധിവാസ പ്രവർത്തനങ്ങളാണ്. ആൾക്കാരെ തിരിച്ച് അവരുടെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇവാക്യുവേറ്റിംഗ് പീപ്പിൾ ഒരിക്കലും ആവില്ലല്ലോ. ആൾക്കാരെ സൈക്ലോൺ വരുന്നതിന് മുന്നേ മാറ്റി പാർപ്പിക്കുന്നത് ആണോ ഓപ്ഷൻ? പ്രൊവൈഡിങ് കൗൺസിലിംഗ് ആൻഡ് ലൈവ്ലിഹുഡ്, സെറ്റിംഗ് അപ്പ് ആൻ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ, കൺസ്ട്രക്റ്റിംഗ് ഫ്ലഡ് ബാരിയേഴ്സ്. ഓപ്ഷൻ B ആണ് ആൻസർ. ആളുകൾക്ക് കൗൺസിലിങ്ങും ലൈവ്ലിഹുഡും കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കുക, തിരിച്ച് അവരെ അവരുടെ നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പൊതുവെ റീഹാബിലിറ്റേഷനിൽ വരുന്നത്. ഫോക്കസസ് ഓൺ റിസ്റ്റോറിങ് എ നോർമൽ ലൈഫ് ആഫ്റ്റർ എ ഡിസാസ്റ്റർ. നോർമൽ ലൈഫ് ആഫ്റ്റർ എ ഡിസാസ്റ്റർ ഇൻക്ലൂഡിങ് സൈക്കോളജിക്കൽ സപ്പോർട്ട്, അതുപോലെ തന്നെ അവരുടെ ലൈവ്ലിഹുഡ്, അവരുടെ വരുമാന മാർഗം തിരിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ തിരിച്ചവർക്ക് സൊസൈറ്റിയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന എല്ലാമാണ് റീഹാബിലിറ്റേഷനിൽ വരുന്നത് ഒരു ഡിസാസ്റ്ററിന് ശേഷം. Which of the following takes place first in recovery? റിക്കവറിയിൽ ഏതാണ് ആദ്യത്തെ സ്റ്റെപ്പ്? ഡാമേജ് അസസ്മെൻ്റ് ആണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. എത്രത്തോളം നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാലല്ലേ നമുക്ക് അതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് ഡാമേജ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. എത്രത്തോളം നഷ്ടമുണ്ടായി എന്നതിൻ്റെ ഒരു കണക്കുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഡാമേജ് അസസ്മെൻറ്റ്. The national policy on disaster management in India was formulated in. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്
ആക്ടിനെ പറ്റി അല്ല ചോദിക്കുന്നത്, ഇവിടെ ചോദിക്കുന്നത് പോളിസീനെ പറ്റിയിട്ടാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 വന്നത് ആക്ട്, പക്ഷെ പോളിസി വന്നത് 2009. പഠിച്ചു വെക്കുക, തെറ്റിക്കരുത്. ഇന്ത്യ അഡോപ്റ്റഡ് NPDM in 2009 focusing on a holistic approach that integrates prevention. അതിൽ പ്രിവെൻഷൻ ഉണ്ട്, പ്രിപ്പയർഡ്നെസ് ഉണ്ട്, മിറ്റിഗേഷൻ ഉണ്ട്, റെസ്പോൺസ് ഉണ്ട്, റിക്കവറി ഉണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനുള്ള പോളിസി ഫ്രെയിംവർക്കാണ് നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. 2009 ഇത് ഇന്ത്യയിൽ നിലവിൽ വന്നത്. അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റായി നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത്. ദ സെൻഡായ് ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ 2015-2030 റിപ്ലേസ്ഡ് വിച്ച് ഏർലിയർ ഫ്രെയിംവർക്ക്? യോക്കോഹാമ ആണോ, ഹ്യൂഗോ ആണോ, ക്യോട്ടോ ആണോ, മോൺട്രിയൽ ആണോ? ഓപ്ഷൻ ബി ആണ്, ഹ്യൂഗോ ഫ്രെയിംവർക്കാണ്. ഈ സെൻഡായ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു 15 വർഷ കാലയളവിൽ നിലകൊള്ളുന്ന ഡിസാസ്റ്റർ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. അത് 2015 മുതൽ 2030 വരെയാണ് നിലവിലുള്ളത്. സോ അതിന് മുന്നേ അതിന് സിമിലറായിട്ട് നിലവിലുണ്ടായിരുന്നതാണ് 2005 മുതൽ 2015 വരെ ഉണ്ടായിരുന്ന ഹ്യൂഗോ ഫ്രെയിംവർക്ക്. സെൻഡായ് ഫ്രെയിംവർക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലെജിസ്ലേഷനാണ്. The Sendai framework succeeded the Hyogo framework, focusing on reducing disaster risk through preparedness, resilience, and community participation. Which international organization provides early warning for tsunamis in the Indian Ocean region? Indian Ocean region സുനാമിയുടെ മുന്നേ കൂട്ടിയുള്ള അറിയിപ്പുകൾ കൊടുക്കുന്നത് ഇതിൽ ഏത് ഓർഗനൈസേഷൻ ആണെന്നാണ്. ഓപ്ഷൻ എ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ്. ഓപ്ഷൻ ബി യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ്. ഓപ്ഷൻ സിയിൽ വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷനും ഓപ്ഷൻ ഡിയിൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമാണ് വരുന്നത്. കറക്റ്റ് ആൻസർ IOC ആണ്. IOCയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കുക, ഇൻ്റർ ഗവൺമെൻറ്റൽ ഓഷ്യനോഗ്രഫിക് കമ്മീഷൻ. യുനെസ്കോയുടെ IOC ആണ് ഇന്ത്യൻ ഓഷ്യൻ റീജിയണിൽ സുനാമിയുടെ ഏർലി വാർണിംഗ് കൊടുക്കുന്നത്. The Disaster Management Act in India was passed in which year? ഇന്ത്യയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഏത് കൊല്ലമാണ് പാസ് ചെയ്തതെന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ ഉത്തരം പറഞ്ഞിരുന്നു. ഓപ്ഷൻ ബി ആണ്, 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് നിലവിൽ വരുന്നത്. പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ്, മിറ്റിഗേഷൻ ആൻഡ് റിക്കവറി, ഈ 4 കാര്യങ്ങൾ, അതായത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിലുള്ള എല്ലാ കാര്യങ്ങളും ഫോക്കസ് ആയിട്ടുള്ളൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു ലെജിസ്ലേഷനാണ് 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്. Who is the chairperson of the National Disaster Management Act as per the Disaster Management Act of 2005? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നാഷണൽ ലെവലിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ പ്രൈം മിനിസ്റ്റർ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നാഷണൽ ലെവലിൽ അത് പ്രൈം മിനിസ്റ്റർ ആണ്, സ്റ്റേറ്റ് ലെവലിൽ അത് ചീഫ് മിനിസ്റ്റർ ആണ്. SDMA എന്ന് പറയും. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് ചീഫ് മിനിസ്റ്റർ ആണ്. അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്ററാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അപ്പെക്സ് അതോറിറ്റിയാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. സ്റ്റേറ്റ് ലെവലിലെ കാര്യങ്ങൾ നോക്കുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. The NDMA was established under the provisions of നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് എന്തിൻ്റെ പ്രൊവിഷൻസിലടിയിലാണ്, ഏത് ലെജിസ്ലേഷൻ കൊണ്ടാണ് ഇത് നിലവിൽ വന്നതെന്നാണ് ചോദ്യം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005
5 കൂടെയാണ് NDMA നിലവിൽ വന്നത്. NDRF ഫങ്ഷൻസ് അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ഏത് മിനിസ്ട്രിയുടെ അടിയിൽ അല്ലെങ്കിൽ ഏത് ഓഫീസിൻ്റെ അടിയിലാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ്, NDMA, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. ഓപ്ഷൻ മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് ആണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസിൻ്റെ അടിയിലാണ് NDRF ഫങ്ഷൻ ചെയ്യുന്നത്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഷോർട്ട് ഫോംസ് ആണ്, അതൊക്കെ പഠിച്ചിരിക്കുക. NDRF, NDMA, DDMA. ഓക്കെ, SDMA എന്താണ്? സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. പിന്നെ DDMA വരുന്നത് ഡിസ്ട്രിക്ട് ലെവലിലാണ്. ഓക്കെ, നമുക്ക് അത് മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു W ഉണ്ട്. വിച്ച് എർത്ത് ക്വേക്ക് എന്നാണ്. വിച്ച് ടെക്നോളജി വാസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഡ്യൂറിങ് ദ നേപ്പാൾ എർത്ത് ക്വേക്ക് ഫോർ മാപ്പിംഗ് ഡാമേജസ്. ഇത് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല ഇതിൻ്റെ ഉത്തരം കൃത്യമായിട്ട്. നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ പഠിക്കാനും പോസിബിൾ അല്ല. പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങളുടെ ഒരു ലോജിക്ക്, നിങ്ങളുടെ ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. എർത്ത് ക്വേക്ക് വരുന്ന സമയത്ത്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സമയത്ത് നമുക്ക് ട്രഡീഷണൽ ലാൻഡ് സർവേസ് യൂസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനും വളരെ പാടാണ്. പോസ്റ്റൽ സർവീസായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പോസ്റ്റൽ സർവീസ്, മോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഒരു കോഡാണ്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡഡ് ലാംഗ്വേജ് ആണ്. ചില സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇതൊക്കെ വളരെ ഇർറെലവൻ്റ് ആണ് നമ്മൾ കോണ്ടെക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ. കോണ്ടെക്ച്വലി നമുക്ക് ഏറ്റവും കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ളത് സാറ്റലൈറ്റ് ഇമേജറി ആൻഡ് ഡ്രോൺസ് ആണ്. എർത്ത് ക്വേക്ക് വന്ന് എല്ലാം പോയി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് മോളിൽ നിന്ന് അതിനെ മാപ്പ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അതുകൊണ്ട് സാറ്റലൈറ്റ് ഇമേജറി ആൻഡ് ഡ്രോൺസ് ആണ് ശരി ഉത്തരം. NRSCയുടെ എവിടെയാണ് ഓഫീസ് എന്നാണ് ചോദ്യം. NRSC എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ. ശരിയായ ഉത്തരം ഹൈദരാബാദാണ്. എന്താണ് ഹീറ്റ് വേവ് അഥവാ ഉഷ്ണതരംഗം എന്ന് നമ്മൾ എന്തിനെയാണ് വിളിക്കുന്നത്? ഇതൊരു ഡിസാസ്റ്റർ തന്നെയാണ്, ഒരു ഡിസാസ്റ്റർ തന്നെയാണ്. ഓക്കെ, ഹീറ്റ് വേവ്സ് എന്ന് നമ്മൾ പറയുന്നതിന് 2 കണ്ടീഷൻസ് ആണുള്ളത്. പ്ലെയിൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 40 ഡിഗ്രി സെൽഷ്യസും ഹില്ലി ഏരിയാസ് ആണെങ്കിൽ അവിടെ 30 ഡിഗ്രി സെൽഷ്യസിനും കൂടുതലായിട്ട് ടെമ്പറേച്ചർ പോയാലാണ്. ഇപ്പോൾ ഈ ഓപ്ഷൻ ബിയിൽ പറഞ്ഞേക്കുന്ന ഈ ടെമ്പറേച്ചേഴ്സ് ക്രോസ് ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ ഹീറ്റ് വേവ് എന്ന് വിളിക്കുന്നത്. സമതല പ്രദേശങ്ങളാണെങ്കിൽ 40 ഡിഗ്രിയും, അല്ല ഹില്ലി ആയിട്ടുള്ള പ്രദേശങ്ങളാണ്, മലകളൊക്കെയുള്ള പ്രദേശമാണെന്നുണ്ടെങ്കിൽ 30 ഡിഗ്രിയാണ് ഹീറ്റ് വേവിൻ്റെ മാനദണ്ഡം. എത്ര ചാപ്റ്റേഴ്സാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിലുള്ളത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 11 ചാപ്റ്റേഴ്സാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിലുള്ളത്. ഇതൊക്കെ വളരെ ബേസിക് കാര്യങ്ങളാണ്. ഈ ചോദ്യങ്ങളിലൊന്നും നിങ്ങൾ ഒരിക്കലും മാർക്ക് കളയരുത്. വിച്ച് ഫോഴ്സ് ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഫോർ സ്പെഷ്യലൈസ്ഡ് റെസ്പോൺസ്? നമ്മളിപ്പോൾ പല പ്രാവശ്യം പേര് പറഞ്ഞിരുന്നു. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആരുടെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്? മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ്. വിച്ച് ഏജൻസി ഇഷ്യൂസ് വാർണിംഗ്സ് ഫോർ സൈക്ലോൺസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ സൈക്ലോൺസ് വരുമ്പോൾ ആരാണ് അതിൻ്റെ വാർണിംഗ് ഇഷ്യൂ ചെയ്യുന്നതെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്, വായിച്ചു നോക്കുക. ശരിയായ ഉത്തരം IMD ആണ്. IMD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. IMD എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ദി എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ വിച്ച് ഇയർ?
ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ DMൻ്റെ കോണ്ടെക്സ്റ്റിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കോണ്ടെക്സ്റ്റിലും നിങ്ങളോട് ചിലപ്പോൾ ആക്ടിനെ പറ്റി ചോദിച്ചു എന്ന് വരാം. ശരിയായ ഉത്തരം 1986 ആണ്. 1986 എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത്. 1972 വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഓക്കെ. വിച്ച് ഈസ് ദ മോസ്റ്റ് എർത്ത് ക്വേക്ക് പ്രോൺ സോൺ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എർത്ത് ക്വേക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള സോൺ ഏതാണെന്നാണ്. പല സോണായിട്ട് നമ്മൾ എർത്ത് ക്വേക്ക് മാപ്പിംഗ് ചെയ്യും. അതിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എർത്ത് ക്വേക്ക് പ്രോൺ സോൺ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. സോൺ 5 ആണ് ഏറ്റവും കൂടുതൽ എർത്ത് ക്വേക്ക് പ്രോൺ ആയിട്ടുള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഗോൾഡൻ അവർ എന്താണ്? ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞ് അതിൻ്റെ ആദ്യത്തെ 60 മിനിറ്റുകളെയാണ് നമ്മൾ ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്നത്? ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജീവനും മറ്റും രക്ഷിച്ചെടുക്കാൻ സാധ്യതയുള്ള സമയം. അതിനെയാണ് നമ്മൾ ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്നത്. Which technology is commonly used for early warning of tsunamis in India? ഇന്ത്യയിൽ സുനാമികൾക്ക് വേണ്ടിയിട്ടുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ശരിയായ ഉത്തരം ഡാർട്ട് ബോയ്സ് ആണ്. ഓക്കെ. ഓക്കെ, ഡാർട്ട് എന്നുള്ള വേർഡിൻ്റെ ഫുൾ ഫോം പറഞ്ഞല്ലോ. ഡീപ്പ് ഓഷൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്നാണ് ഈ വാക്കിൻ്റെ ഫുൾ ഫോം. ഡീപ്പ് ഓഷൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമീസ്, അതാണ് ഡാർട്ട്. ഡാർട്ട് ബോയ്സ് ആണ് യൂസ് ചെയ്യുന്നത്.